ജനുവരി 8 വാഴ്ത്തപ്പെട്ട യൂറോസിയ ഫാബ്രിക്സ് ബാർബൻ, മമ്മ റോസ, റോസീന ഫാബ്രിക്സ് എന്ന് അറിയപ്പെടുന്നു. ലൂയിഗിയുടെയും മരിയ ഫാബ്രിക്സിൻ്റെയും മകളായി ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അവർ റോസീന എന്ന വിളിപ്പേരുമായാണ് വളർന്നത്. 1870 യൂറോഷിക്ക് 4 വയസ്സുള്ളപ്പോൾ കുടുംബം ഇറ്റലിയിലെ മറോള ഡി ഡോറിയിലേക്ക് താമസം മാറ്റി. അവിടെ അവൾ ജീവിതകാലം മുഴുവൻ ജീവിച്ചു. അവൾക്ക് 2 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1874 8-ാം വയസ്സിൽ ഫാമിൽ മാതാപിതാക്കളെ സഹായിക്കാൻ അവൾ നിർബന്ധിതയായി. അമ്മയിൽ നിന്നാണ് റോസീന ഡ്രസ് മേക്കിംഗ് പഠിച്ചത്. അവൾ 12-ാം വയസ്സിൽ തൻ്റെ ആദ്യ കുർബാന നടത്തി. മരോളയിലെ മേരിയുടെ പുത്രിമാരുടെ അസോസിയേഷനിൽ ചേർന്നു. അവൾ പരിശുദ്ധാത്മാവിനോടും ശിശുവായ യേശുവിനോടും ക്രിസ്തുവിൻ്റെ കുരിശിനോടും ദിവ്യബലിയോടും കന്യകാമറിയത്തോടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടും ശക്തമായി അർപ്പിച്ചിരുന്നു. കൗമാരപ്രായത്തിൽ അവൾ കുട്ടികളെ കാറ്റീസം പഠിപ്പിച്ചു. പെൺകുട്ടികളെ തുന്നൽ പഠിപ്പിച്ചു. അവൾക്ക് നിരവധി വിവാഹാലോചനകൾ വന്നെങ്കിലും ആവർത്തിച്ച് നിരസിച്ചു. 1885 ഒരു അയൽക്കാരി മരിച്ചു. അവരുടെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പരിപാലിക്കാൻ തുടങ്ങി. 1886 മെയ് 5 അവൾ കാർലോ ബാർബറിനെ വിവാഹം കഴിച്ചു. ഇരുവരും കുട്ടികളെ സ്വീകരിച്ചു. ദമ്പതികൾക്ക് സ്വന്തമായി 9 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ വീട് ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും ഒത്തുചേരാനുള്ള സ്ഥലമായി മാറി. യൂറേഷ്യയ്ക്ക് മമ്മ റോസ എന്ന പുതിയ വിളിപ്പേര് ലഭിച്ചു. അവളുടെ 3 ആൺമക്കൾ പുരോഹിതന്മാരായി. അവരിൽ ഒരാൾ അവളുടെ ജീവചരിത്രകാരനായിരുന്നു. അമ്മയെന്ന നിലയിൽ അനന്തമായ ജോലിഭാരത്തോടൊപ്പം ആഴത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം നിലനിർത്താൻ റോസയ്ക്ക് കഴിഞ്ഞു. ആത്മീയവും പ്രായോഗികവുമായ കാര്യങ്ങളിൽ അവൾ അവളുടെ കുടുംബത്തിൻ്റെ കാതൽ ആയിരുന്നു. കൂടാതെ പാവപ്പെട്ടവർക്കുള്ള അവളുടെ ദാനധർമ്മത്തിനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും രോഗികളെ പരിചരിക്കാനും അറിയപ്പെട്ടിരുന്നു. 1930 വിധവയായി. ഫ്രാൻസിസ്കൻ തൃതീയ അവളുടെ ജീവിതകാലം മുഴുവൻ അവളുടെ വീട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അനുയോജ്യമായ ഒരു ക്രിസ്ത്യൻ സമൂഹമായിരുന്നു. 1932 ജനുവരി 8 ഇറ്റലിയിലെ വിസെൻസയിലെ മറോള ഡി ടോറിയിൽ പ്രകൃതിദത്ത കാരണങ്ങളാൽ മരണപ്പെട്ടു. മറോണ ഡി ടോറിയിലെ പള്ളിയിൽ അടക്കം ചെയ്തു. നവംബർ 6, 2005 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.